Welcome to market discussion of the day. Today, July 1st, 2025. ട്യൂസ്ഡേ ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് പുതിയൊരു ക്വാർട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ. സോ മൂന്നാമത്തെ ക്വാർട്ടർ, ഈ വർഷത്തെ മൂന്നാമത്തെ ക്വാർട്ടറും അടുത്തൊരു 6 മാസത്തേക്ക് വളരെ ഒരു റേഞ്ച് ബേസ്ഡിൽ നിൽക്കാൻ പോകുന്ന ഒരു മാർക്കറ്റും കൂടിയാണ്. അതായത് നമ്മൾ റേഞ്ചിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കും എന്നുള്ളതാണ് ഈ ഒരു ക്വാർട്ടറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, സോ നമുക്ക് ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്ത് പോകാം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു വീക്കിൽ നമുക്ക് ഈ ഒരു ക്വാർട്ടറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. സോ കഴിഞ്ഞ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആവുന്നതിന് മുന്നേ ആയിട്ട്, US ഇലക്ഷന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു റേഞ്ചിൻ്റെ അകത്ത് കിടന്ന് കളിക്കുന്ന ഒരു മാർക്കറ്റ് എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ആയിരിക്കും അടുത്ത ഈ ഒരു ക്വാർട്ടറിലും മാർക്കറ്റ് സഞ്ചരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ ക്വാർട്ടറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച്, ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനിരുന്ന ബാച്ച് നാളെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 2-ാം തീയതി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, സോ രാത്രി 7:30 മണിക്കും 10:30 മണിക്കും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക. ഇന്ത്യൻ ടൈമിംഗ് ആണ്. അതിനുശേഷം നമ്മളുടെ ഒരു പെയ്ഡ് കോഴ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ന്യൂസ് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സോ ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ UK ടൈമിംഗ് 10 മണിക്ക് CPI ഉണ്ട്. യൂറോ സോണിൽ നിന്ന് CPI വരുന്നുണ്ട്. അതാണ് ഫസ്റ്റ് വരുന്ന ന്യൂസ്. യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു സമയത്തൊന്ന് ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് 2:30 മണിക്ക്, ഉച്ചയ്ക്ക് 2:30 എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് തോന്നുന്നു 7 മണിയാണെന്ന് തോന്നുന്നു. ഈ 7 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച്, ഫെഡ് ചെയറിൻ്റെ സ്പീച്ച്, ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച്, ഈ മൂന്നും ഒരുമിച്ച് വരുന്നത് കൊണ്ടിട്ട് തന്നെ ഉറപ്പായിട്ട് മാർക്കറ്റിൽ വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ യൂറോ സോണിൽ നിന്ന് ബെയ്ലിയുടെ സ്പീച്ച് ആണെങ്കിൽ ഇത് മൂന്ന് സ്ഥലത്തുനിന്ന് വരുന്ന ന്യൂസാണ്, 3 ടൈം സോണിലുള്ള ന്യൂസാണ്. എന്നിട്ടും ഈ ന്യൂസുകളെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടിട്ട് വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട്, ഇന്ത്യയിൽ വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട്, UK ഉച്ചയ്ക്ക് മുന്നേ ആയിട്ടുള്ള തന്നെ ട്രേഡുകൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലതെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. ഉച്ചയ്ക്ക് 3 മണിക്ക് ജോൾട്ട് ജോബ് ഓപ്പണിംഗ് ഉണ്ട്. ISM മാനുഫാക്ചറിങ് PMI ഉണ്ട്. അതിനുശേഷം ISM മാനുഫാക്ചറിങ് പ്രൈസ് പെയ്ഡും ഉണ്ട്. സോ ഈ 3 ന്യൂസും 3 മണിക്കും കൂടെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും മൊത്തത്തിൽ മാർക്കറ്റിൽ ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കും എന്നുള്ളതല്ല, പക്ഷെ ഉറപ്പായിട്ടും ഒരു വോളറ്റാലിറ്റി, വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റിയുള്ള ന്യൂസുകളാണ് ഇതെല്ലാം എന്നുള്ളൊരു കാര്യം. ആ ഒരു സമയത്തിന് മുന്നേ ആയിട്ട് മാറി നിൽക്കുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഉള്ള കാര്യമാണ് എനിക്കെടുത്ത് പറയാനായിട്ട് ഉള്ളത്. സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ JPYയിലോട്ട് വരുമ്പോൾ, JPY ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 143.68 എന്ന് പറയുന്ന റേഞ്ചിലാണ്. 144 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഏഷ്യൻ ഓപ്പണിംഗ് ഇന്ത്യൻ ടൈമിംഗ് ഏകദേശം 3 മണിക്കുള്ള 7:30ക്കുള്ള ക്യാൻഡിൽ 143.791 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ യൂറോപ്പ് ഓപ്പണിംഗ് ആയിട്ടുള്ള ക്യാൻഡിലും 144 താഴെയാണ്. അതുകൊണ്ടിട്ട് തന്നെ നമുക്കൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് അതിൽ പറയാനായിട്ടുള്ളത്. നമുക്കൊരു മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 142 എന്ന് പറയുന്ന സപ്പോർട്ടിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അങ്ങനെ ബൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ലോങ്ങർ ടേമിൽ ഈ ഒരു ക്വാർട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 162 വരെ മാർക്കറ്റ് മുന്നോട്ട് പോകാനായിട്ടും ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാനത് ഞായറാഴ്ച നടന്ന ഒരു നമുക്ക് ഈ ഒരു ക്വാർട്ടർ എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ള കാര്യത്തിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 144 ബൈ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു യൂറോ,
യൂറോ 1.17819 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഇന്നലെ നമ്മൾ റേഞ്ചൊക്കെ വിട്ട് മുകളിലോട്ട് പോയി 1.1800 വരെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എനിക്ക് തൽക്കാലം എനിക്കിപ്പോൾ ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാർക്കറ്റ് താഴെ വീണ് കിട്ടി 1.1500 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് യൂറോയിൽ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. GBP എടുത്താലും സെയിം അവസ്ഥ തന്നെയാണ്. 1.3741 ഇതും എന്താ പറയുക അത്യാവശ്യം വലിയൊരു റേഞ്ചിലാണ്. ഇവിടുന്ന് സെല്ലെടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ഇവിടെ നിന്നുള്ളൊരു ബൈ നമുക്ക് എടുത്ത് പോവാം എന്നുള്ളതാണ് GBP എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. GBP ഉറപ്പായിട്ടും താഴെ വന്ന് കിട്ടും. 1.3500 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇതാണ് GBP ഉള്ള നമ്മളുടെ ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്നത് 1.3500 അവിടുന്ന് ഒരു ബൈ ആണ്. അപ്പോൾ ഇതിൽ നിന്നൊന്നും കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. എങ്ങാനും വീണ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് നമുക്കറിയാം ഇന്നലെ ഒക്കെ മാർക്കറ്റ് തന്നെ നല്ല താഴോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റി. അതിനുശേഷം മാർക്കറ്റ് റിക്കവറായി. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ഇന്നലെ മാർക്കറ്റ് ക്ലോസിംഗ് 3300 മുകളിലായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് 3300 മുകളിലായിരുന്നു. ഏഷ്യ ഓപ്പണിംഗ് 7 മണിക്കുള്ള ക്യാൻഡിൽ 3315 ആ ഒരു റേഞ്ചിലായിരുന്നു. 15ൻ്റെ മുകളിലായിട്ട് കടന്നു. അതിനുശേഷം യൂറോപ്പ് ഓപ്പണിങ്ങിന് 3330 താഴെയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിലാണ്. കാരണം ഇത് 4 അവർ ക്യാൻഡിലാണ്. ഓക്കെ, ഇപ്പോൾ അടുത്ത ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ 4 അവർ ക്യാൻഡിലായിരിക്കും. സോ ഈ ക്യാൻഡിലും നമുക്ക് 3330 താഴെയായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് കൺഫോർമേഷൻ ആയിട്ടുള്ളൊരു സെല്ലെടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് നമ്മുടെ ഗോൾഡിലും എടുത്ത് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. അടുത്ത ക്യാൻഡിൽ 3330 താഴെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് നല്ല രീതിയിൽ ഒരു സെല്ലെടുത്ത് മുന്നോട്ട് പോകാം. ഇതാണ് ഗോൾഡിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്ക് അധികം നേരം ഹോൾഡ് ചെയ്യാനുള്ളതല്ല. അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 3315 സോ 3317-18 റേഞ്ചിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് എടുത്ത് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. എന്താ പറയുക, മാർക്കറ്റ് ഇപ്പോഴും ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിലോട്ട് വന്നിട്ടില്ല. എങ്ങോട്ടാണ് ഇതിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ ആ ട്രെൻഡ് എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. 3300 വീണ്ടും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എന്നിരുന്നാലും ഇന്ന് ഒരുപാട് വേൾഡ് ലീഡേഴ്സിൻ്റെ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ, അതേപോലെ US എന്താ പറയുക നമ്മുടെ ഫെഡ് ചെയറിൻ്റെ, അതേപോലെ ലഗാർഡിൻ്റെ ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരേ സമയം വരുന്നു എന്നുള്ളത് വളരെ വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള വൻ പോസിബിലിറ്റി ഉണ്ട്. അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് ഏറ്റവും എന്താ പറയുക ഏറ്റവും നല്ലൊരു കാര്യം എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഇപ്പോൾ ഇനിയൊരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3330 താഴെയാണ് അടുത്ത 4 അവർ ക്യാൻഡിൽ, അടുത്ത 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു കൺഫേം ചെയ്യാം. ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് 3337 സ്റ്റോപ്പ് ലോസ് വെക്കുന്നതായിരിക്കും ബെറ്റർ. ഇല്ല എന്നുള്ള ആൾക്കാർക്ക്, ലോങ്ങർ ടേമിലോട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് 3300 കഴിഞ്ഞ വട്ടം ഹൈ പോയ ഒരു റേഞ്ച് ഉണ്ടല്ലോ, 3350 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ മുകളിലായിട്ട് 3352-53 റേഞ്ചിൽ വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കാം എന്നുള്ളതാണ് ഒരു ബെറ്റർ സ്റ്റോപ്പ് ലോസ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ ഒരു വൈഡർ റേഞ്ചിൽ വെക്കണം എന്നുള്ള ആൾക്കാർക്ക് വെച്ച് പോകാവുന്നതുമാണ്. ഇല്ലെങ്കിൽ 3337 സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ട് വെക്കുകയും ചെയ്യാം. ഇതാണ് ഇന്നത്തെ ദിവസത്തെ എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.